आज की हिंदी कक्षा में सभी को स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കനുപ്രിയയിലെ സൃഷ്ടി സങ്കല്പം എന്ന് പറയുന്ന ഖണ്ഡത്തിലെ സൃജൻ സംഗിനിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. സൃജൻ സംഗിനിയിൽ നമ്മൾ പഠിച്ചു സൃഷ്ടി സ്ഥിതി സംഹാരത്തിലും ഈ മൂന്ന് അവസ്ഥയിലും പരബ്രഹ്മമായ കൃഷ്ണന് രാധ കൂട്ടായിട്ട് ഉണ്ട്. ഇനി നാം അടുത്ത ഗീതത്തിലേക്ക് കടക്കാം. ആദിമഭയം. ഇതിലൂടെ കവി സൃഷ്ടിക്ക് വേണ്ടി രാധ തൻ്റെ ലീലാശരീരം കൃഷ്ണന് സമർപ്പിച്ചതായിട്ട് കരുതുന്നു. അവളുടെ ഛായാശരീരം എന്തിനെയോ ഭയപ്പെടുന്നു. അതാണ് ആദിമഭയത്തിലൂടെ പറയുന്നത്. ഏതൊരു സ്ത്രീക്കും ലൗകിക ജീവിതത്തിൽ ഒരു ഭയം കാണും. ആധുനിക സ്ത്രീയുടെ ഒരു പ്രതീകമായിട്ട് ഇതിലെ രാധയെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് കവിതയിലേക്ക് കടക്കാം. ആദ്യം ഭയം. अगर ये निखिल सृष्टि मेरा ही लीलापन है तुम्हारे आस्वादन के लिए, अगर ये उत्तुक हिमशिखर मेरे ही रूबहली ढलान वाले गोरे कंधे हैं जिन पर तुम्हारा गगन सा चौड़ा और सावला और तेजस्वी माता टिकता है, अगर ये चांदनी में हिलोरे लेता हुआ महासागर मेरे ही निरावर्त जिस्म का उतार चढ़ाव है. നമുക്കിതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് കടക്കാം. अगर ये निखिल सृष्टि मेरा ही लीला तन है तुम्हारे आस्वादन के लिए. ഇവിടെ രാധ കനുവിനോട്, അതായത് കൃഷ്ണനോട് പറയുകയാണ്, ഒരു പക്ഷേ ഈ സമ്പൂർണ്ണ സൃഷ്ടി മേരാ ഹി ലീലാധൻ ഹെ, എൻ്റെ തന്നെ ശരീരമാണ്, ലീലാ ശരീരമാണ്. തുമാരെ ആസ്വാദനം കില്ല, നിനക്ക് ആസ്വദിക്കാൻ വേണ്ടിയുള്ള ലീല ശരീരമാണ് ഈ സമ്പൂർണ്ണ സൃഷ്ടി എന്ന് പറയുന്നത്. ഈ സമ്പൂർണ്ണ സൃഷ്ടി എന്ന് പറയുന്നത് എൻ്റെ തന്നെ ലീലാ ശരീരമാണ്, നിനക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ശരീരവുമായിട്ട് സൃഷ്ടിയെ ഉപമിച്ചിരിക്കുകയാണ്. അഗർ യെ ഉത്തുക ഹിമശിഖർ മേരെ ഹി രൂപഹലി ഠലാൻ വാലെ ഗോരെ കന്ദേ. അങ്ങനെയാണെങ്കിൽ, എന്നാൽ ഉത്തുംഗ് ഹിമശിഖർ എന്ന് പറഞ്ഞാൽ ബഹുത് ഊഞ്ച, വേറെ ഉയരത്തിലുള്ള ഹിമശിഖരങ്ങൾ, ഹിമാലയ പർവ്വതങ്ങൾ, മേരെ ഹി എൻ്റെ തന്നെ രൂപഹലി ഠലാൻ വാലെ, എൻ്റെ തന്നെ സുന്ദരമായ, രൂപഹലി എന്ന് പറഞ്ഞാൽ സുന്ദരമായ, ഠലാൻ വാലെ എന്ന് പറഞ്ഞാൽ കുന്നിൻ ചെരുവാണ്, ഗോരെ കന്ദേ വെളുത്ത ഷോൾഡറുകളാണ്. ഈ കുന്നിൻ ചെരുവുകൾ എൻ്റെ തന്നെ ഹിമശിഖരങ്ങൾ, ഉയരത്തിലുള്ള ഹിമശിഖരങ്ങൾ എൻ്റെ തന്നെ സുന്ദരമായ കുന്നിൻ ചെരുവുകളാണ്, അതും വെളുത്തത്. ജിൻപർ തുമാര ഗഗൻ സ ചൗഡ, ആ കുന്നിൻ ചെരുവ്, അത്രയ്ക്കും സുന്ദരമായ കുന്നിൻ ചെരുവിൽ, ജിൻപർ തുമാര ഗഗൻ സ ചൗഡ, നിൻ്റെ ആകാശം പോലത്തെ, ചൗഡ എന്ന് പറഞ്ഞാൽ, ഗഗൻ എന്ന് പറഞ്ഞാൽ ആകാശം, ചൗഡ എന്ന് പറഞ്ഞാൽ വിശാലമായ ഒരു സൗല ഒരു തേജസ്വി മാതാ ടിക്ത ഹെ, ശ്യാമള നിറത്തിലുള്ള നിൻ്റെ തേജസ്വി മാതാ ടിക്ത ഹെ, തേജസ് നിറഞ്ഞ നെറ്റിത്തടം എൻ്റെ തോളോട് ചാരിയിട്ട് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് കൃഷ്ണൻ്റെ ആകാശം പോലെയുള്ള ഇരുണ്ട നിറത്തോടുള്ള നെറ്റിത്തടം എൻ്റെ തോളിൽ ചേർന്ന് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. अगर ये चांदनी में हिलोरे लेता हुआ महासागर मेरे ही निरावर्त जिस्म का उतार चढ़ाव है. ഒരു പക്ഷേ അഗർ, എന്നാൽ, ഈ ചാന്ദിനിമേ, ഈ നിലാവത്ത്, ഹിലോരെ ലേത്ത ഹുവ മഹാസാഗർ, ഹിലോരെ എന്ന് പറഞ്ഞാൽ അലകളാണ്, തിരുമാലകൾ അടിക്കുന്ന മഹാസാഗരങ്ങൾ, മേരെ ഹി നിരാവർത്ത് ജിസ്മുക്ക ഉത്താർ ചടാവ്, എൻ്റെ തന്നെ നിരാവർത്ത് എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങളില്ലാത്ത ജിസ്മ് എന്ന് പറഞ്ഞാൽ ശരീരം, ജിസ്മുക്ക ഉത്താർ ചടാവ്, എൻ്റെ തന്നെ വസ്ത്രങ്ങളില്ലാത്ത ശരീരത്തിൻ്റെ കയറ്റവും ഇറക്കവുമാണ് ഈ തിരമാലകൾ. ഈ അലയടിക്കുന്ന ഈ തിരമാലകൾ, മഹാസമുദ്രത്തിൻ്റെ ഈ തിരമാലകൾ, അത് എപ്പോഴാണ് അലയടിക്കുന്നത്? ചാന്ദിനിമേ, നിലാവത്താണ് അലയടിക്കുന്നത്. ആ അലയടിക്കുന്നത് എൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതി പോലെയാണ്, അതായത് എൻ്റെ ശരീരത്തിൻ്റെ രൂപം പോലെ തന്നെയാണ്, കയറ്റവും ഇറക്കവും പോലെ. അഗർ യേ ഉമർത്തി ഹുയി മേഘ ഘട്ടാएं,
मेरे ही भल काती हुई वे अलखें हैं जिन्हें तुम प्यार से बिखेर कर अक्सर मेरे पूर्ण विकसित ചന്ദൻ ഫൂലോ കോ ഠാങ് ദേത്തെ ഹോ. അതുപോലെ തന്നെ ഉമർത്തി ഹുയി മേഘട്ടായ്, മേഘങ്ങൾ കൂട്ടമായി നിൽക്കുന്ന സമയത്ത് മേരെ ഹി ഭൽ കാത്തി ഹുയി വേ അലക്കെ, ആ മേഘക്കൂട്ടങ്ങൾ എൻ്റെ തന്നെ ഭൽ കാത്തി ഹുയി വേ അലക്കെ, എൻ്റെ തന്നെ മുടി ഇഴകളാണ് എന്നാണ് പറയുന്നത്. ഭൽ കാത്തി ഹുയി എന്ന് പറഞ്ഞാൽ കറങ്ങി തിരിഞ്ഞ് കൊണ്ടിരിക്കുന്ന ഈ മേഘക്കൂട്ടങ്ങൾ. ജിനെ തുമേ പ്യാർ സെ ബിഖേർ കർ, ആ മുടി ഇഴകളെ തും പ്യാർ സെ, നീ വളരെ സ്നേഹത്തോടു കൂടി ബിഖേർ കർ, വിരിച്ചിടുക. ബിഖേർന എന്ന് പറഞ്ഞാൽ വിരിച്ചിടുക, വിരിച്ചിട്ടുകൊണ്ട് അക്സർ മേരെ പൂർണ്ണ വികസിത ചന്ദൻ ഫൂലോ കോ ഠാങ് ദേത്തെ ഹോ, നീ പലപ്പോഴായിട്ട് എൻ്റെ ഈ മുടി ഇഴകൾ, മേഘം കൂട്ടങ്ങളെ പോലെയുള്ള ഈ മുടി ഇഴകൾ നീ എൻ്റെ പലപ്പോഴായിട്ട് നീ പൂർണ്ണ വികസിത, വളരെ വികസിച്ച, കംപ്ലീറ്റായിട്ട് വികസിച്ച ചന്ദൻ ഫൂലോ കോ ടാങ് ദേത്തെ, എൻ്റെ ചന്ദന പുഷ്പങ്ങളെ നീ മൂടാറുണ്ട്. അതായത് രാധയുടെ നെഞ്ചിലെ മാറ് മറയ്ക്കാറുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. രാധയുടെ മുടി കൊണ്ട് അവരുടെ മാറിടം മറയ്ക്കാറുണ്ട്. അത് കൂട്ടങ്ങളെ പോലെയാണെന്നാണ് പറയുന്നത്, മേഘക്കൂട്ടങ്ങളെ പോലെയാണെന്നാണ് പറയുന്നത്. अगर सूर्यास्त वेला में पश्चिम की ओर झरते हुए ये अजस्त्र प्रवाही झरने मेरी ही स्वर्ण वर्णी जंगाएं हैं. എന്നാൽ ഒരു പക്ഷേ ഈ സൂര്യാസ്ത വേളാമേ, സൂര്യാസ്തമയ വേളയിൽ സമയത്ത് പശ്ചിമയ്ക്ക് ഓർ ജർത്തെ ഹുയെ, പശ്ചിമ ഭാഗത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജർണ, ഒഴുകുന്ന അജസ്ത്ര പ്രവാഹി ജർണെ, നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട്, അജസ്ത്ര എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട്, പ്രവാഹി ജർണെ പ്രവാഹിച്ചു കൊണ്ടിരിക്കുന്ന ജർണെ എന്ന് പറഞ്ഞാൽ അരുവി, മേരെ ഹി സ്വർണ്ണ വർണ്ണി ജങ്കായ, എൻ്റെ തന്നെ സ്വർണ്ണ വർണ്ണത്തിലുള്ള തുടകളാണ്. ജങ്കായ എന്ന് പറഞ്ഞാൽ തുടയാണ്. അതായത് സൂര്യാസ്ത സമയത്ത് പശ്ചിമ ഭാഗത്തേക്ക്, സൂര്യാസ്തമയ സമയത്ത് പശ്ചിമ ഭാഗത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന, നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്ന, പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന അരുവി ആരെ പോലെയുണ്ട്, എന്തിനെ പോലെയുണ്ടെന്നാണ് പറയുന്നത്? രാധയുടെ സ്വർണ്ണവർണ്ണി ജങ്കായ ഹേ എന്ന് പറഞ്ഞാൽ രാധയുടെ തുടകളെ പോലെയുണ്ട് എന്നാണ് പറയുന്നത്. അതായത് പ്രകൃതിയുമായി ബന്ധപ്പെടുത്തി, പ്രകൃതിയിലെ പ്രതീകങ്ങളിലൂടെയാണ് നമ്മുടെ രാധയുടെ ശരീര സൗന്ദര്യം ആണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് എന്നുമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ओके, और अगर ये रात मेरी प्रगाढ़ता है और दिन मेरी हंसी और फूल मेरे स्पर्श और हरियाली मेरे आलिंगन. അതുപോലെ തന്നെ രാധ പറയാണ്, ഈ രാത്രി എന്ന് പറയുന്നത് എൻ്റെ പ്രഗാഢത എന്ന് പറഞ്ഞാൽ അഗാധതയാണെന്നാണ് പറയുന്നത്, ആഴം നിറഞ്ഞതാണ്. ഒരു ദിൻ മേരി ഹസി, ഈ പകൽ എന്ന് പറയുന്നത് എൻ്റെ പുഞ്ചിരിയാണ്, ഹസി പുഞ്ചിരി. അതുപോലെ ഫൂൾ മേരെ സ്പർശ്, പുഷ്പങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ സ്പർശനമാണ്. ഒരു ഹരിയാലി മേര ആലിംഗൻ, ഈ ഹരിതമായി, പ്രകൃതിയിലെ ഹരിതമാണെന്ന് പറയുന്നത് എൻ്റെ ആലിംഗനമാണ്. മൊത്തം ഈ പ്രകൃതിയിൽ സൃഷ്ടിച്ചതൊക്കെ എൻ്റെ ശരീരഭാഗങ്ങളാണ്, അത് ഞാനാണെന്നാണ് ഇവിടെ രാധ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഇങ്ങനെയൊക്കെ ആണെങ്കിലും സൃഷ്ടിയിലെ എല്ലാ അവസ്ഥയിലും രാധയ്ക്ക് ഇവിടെ ഉള്ളിൽ ഒരു ഭയമുണ്ട് എന്നാണ് ഈ ഭാഗത്ത്, ഈ ഒരു ഗീതത്തിൽ, ആദ്യം ഭയം എന്ന് പറയുന്ന ഈ ഗീതത്തിൽ കവി വർണ്ണിച്ചിരിക്കുന്നത്. तो ये तो बताओ मेरे लीला बंधु कि कभी कभी मुझे भय क्यों लगता है. എന്നിട്ട് കൃഷ്ണനോട് ചോദിക്കുകയാണ് രാധ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും നീ പറയൂ, ലീലാബന്ധു കൃഷ്ണൻ, ലീലാബന്ധുവായിട്ട് പറയുന്നത് കൃഷ്ണനെയാണ്. കി കഭി കഭി, ചിലപ്പോഴൊക്കെ മുझे ഭയ ക്യൂ ലഗ്ത, എനിക്ക് ഭയം എന്തുകൊണ്ടാണ് തോന്നുന്നത്. അടുത്ത ഭാഗം നോക്കാം. अक्सर आकाशगंगा के सुनसान किनारों पर खड़े होकर
जब मैंने अथाह शून्य में अनंत प्रदीप्त सूर्यों को कोहरे की गुफाओं में पंख टूटे जुगरों की तरह रेंगते देखा है तो मैं भयभीत होकर लौटाई हूँ. അതുപോലെ തന്നെ ഒരു അനുഭവം രാധ പറയുകയാണ്. അക്സർ പലപ്പോഴായിട്ട് ആകാശഗംഗ എന്ന് പറഞ്ഞാൽ ക്ഷീരപദമാണ്, നക്ഷത്രങ്ങളുടെ സമൂഹം എന്നാണ് മലയാളത്തിൽ നമുക്ക് പറയാവുന്ന അതിൻ്റെ മീനിങ് ആകാശഗംഗ. പലപ്പോഴായിട്ട് ആകാശഗംഗയിലെ സുൻസാൻ കിനാരോപ്പർ കടയോക്കർ വളരെ ശൂന്യത നിറഞ്ഞ തീരത്ത് നിന്നുകൊണ്ട് ജബ് മേനെ അതാഹ് ശൂന്യമേ, എപ്പോഴാണോ ഞാൻ വളരെ ഡീപ്പായിട്ട് ശൂന്യതയിൽ, അതാഹ് ഡീപ്പ്, ശൂന്യതയിൽ ഒറ്റയ്ക്ക് ഏകാന്തതയിൽ അനന്ത് പ്രദീപ്ത് സൂര്യങ്കോ, അനന്തമായ ഉജ്ജ്വല സൂര്യനെ, ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനെ, പ്രദീപ്ത് സൂര്യങ്കോ, ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനെ കൊഹ്രേക്ക് ഗുഫാവോമെ പങ്ക് ടൂട്ടെ ജുഗ്നോക്ക് തറ റേങ്ത് ദേക്ക, ആ സൂര്യനെ, ആ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ പലപ്പോഴായിട്ട് ഞാൻ കൊഹ്രേക്ക് ഗുഫാവോമെ, മൂടൽ മഞ്ഞിൻ്റെ ഗുഹകളിൽ പങ്കിട്ടൂട്ടെ, മുറിഞ്ഞ ചിറകുമായിട്ട് ജുഗ്നോക്കി തറ്, മിന്നാമിനുങ്ങൾ പോലെ, ജുഗ്നോ എന്ന് പറഞ്ഞാൽ മിന്നാമിനുങ്ങാണ്, മിന്നാമിനുകളെ പോലെ റേങ്തേ ദേക്ക ഹെ, ഇഴയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ശൂന്യമായ തീരത്ത് നിന്നുകൊണ്ട് സൂര്യൻ മറയുന്നതായിട്ട് കാണുന്നു, അതും മുറിഞ്ഞ ചിറകുമായിട്ട് മിന്നാമിനുങ്ങിനെ പോലെയാണ് ഇഴയുന്നത്. ഇവിടെ പ്രളയ സമയമാണ് സൂചിപ്പിക്കുന്നത്. തോ മേ ഭയഭീത് ഹോഗാ, ആ സമയത്ത് ഞാൻ വളരെ ഭയം, എൻ്റെ ഉള്ളിൽ ഭയം നിറഞ്ഞിരുന്നു. ആ സമയത്ത് ഞാൻ ലൗട്ടായി ഹും, ഞാൻ തിരിച്ചു വന്നു. ചെറുകില്ലാത്ത മിന്നാമിനുങ്ങിനെ പോലെയാണ് സൂര്യൻ ഇല്ലാതാകുന്നതായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ട് ശൂന്യതയിൽ നിൽക്കുന്ന സമയത്ത്. അവർ പ്രളയ സമയത്തൊക്കെ തോന്നുന്ന ഫീലിംഗ് ആണ് ഇവിടെ രാധ പറയുന്നത്. അതായത് പ്രകൃതിയുടെ അല്ലെങ്കിൽ സൃഷ്ടിയുടെ എല്ലാ അവസ്ഥയിലും പങ്കാളിയാണ്, കൃഷ്ണൻ്റെ പങ്കാളിയാണ് രാധ. എന്നിട്ടും അവർക്ക് ഭയം ഉള്ളിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അടുത്ത ഭാഗം നോക്കാം. क्यों मेरा लीला बंधु, क्या वह आकाशगंगा मेरी मांग नहीं है? फिर उसके अज्ञात रहस्य मुझे डराते क्यों हैं? രാധ ചോദിക്കുകയാണ്, എന്താണ് എൻ്റെ കൃഷ്ണ ലീലാബന്ധു, ക്യാ വഹ് ആകാശഗംഗ, ആ ആകാശഗംഗ, നക്ഷത്രങ്ങളുടെ ആ സമൂഹം, ക്ഷീരപഥം, എൻ്റെ തന്നെ സിന്ദൂര രേഖയല്ലേ? മാങ്ക് എന്ന് പറഞ്ഞാൽ സിന്ദൂര രേഖ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അല്ലേ, പിന്നെ എന്തിനാണ് എനിക്കിങ്ങനെ ഭയം തോന്നേണ്ട ആവശ്യം? ഫിർ ഉസ്കെ അജ്ഞാത രഹസ്യം മുझे ഡറാത്തെ ക്യൂ, അതിൻ്റെ അജ്ഞാത രഹസ്യം, പ്രകൃതിക്ക് ഒരുപാട് അജ്ഞാത രഹസ്യങ്ങളുണ്ട്, നമ്മളറിയാത്ത ഒരു ലോകമുണ്ട്. ആ അജ്ഞാത രഹസ്യം എന്നെ എന്തിനാണ് പേടിപ്പിക്കുന്നത്? സൃഷ്ടിയുടെ എല്ലാ കാര്യത്തിലും രാധ ഉണ്ടെങ്കിലും അവൾക്കുള്ളിൽ ഭയം നിലനിൽക്കുന്നു. ഇത് ആധുനിക കാലഘട്ടത്തിലെ സ്ത്രീയെ പോലെ തന്നെയാണ് ഇവിടെ രാധയെയും വർണ്ണിച്ചിരിക്കുന്നത്. और अक्सर जब मैंने चंद्रलोक के विराट अपरिचित जुलसे पहाड़ों की गहरी दुर्लगी घाटियों में अज्ञात दिशाओं से उड़कर आने वाले धूम्र पुंजों को टकराते और अग्रिवर्णी कर्कापाद से वज्र की चट्टानों को घायल फूल की तरह बिखरते देखा है तो मुझे भय क्यों लगता है और मैं लौट क्यों आई हूँ मेरे बंधु? क्या चंद्रमा मेरे ही माते का सौभाग्य बिंदु नहीं है? അതുപോലെ തന്നെ രാധ പറയുകയാണ്, ഒരു അക്സർ ജബ് മേനെ, പലപ്പോഴായിട്ട് ഞാൻ, എപ്പോഴാണോ ചന്ദ്രലോക് വിരാട് അപരിചിത ജുലസെ, ചന്ദ്രലോകത്തെ വലിയ അപരിചിതമായ ജുലസെ, കത്തിക്കൊണ്ടിരിക്കുന്ന, പഹാഡോങ്കി ഗഹരി, പർവ്വതങ്ങളുടെ ആഴത്തിലുള്ള, ദുർലഗി ഘാട്ടിയോമെ മറികടക്കാൻ ബുദ്ധിമുട്ടുള്ളത്, ആ പർവ്വതങ്ങളിൽ പോകുന്ന സമയത്ത് മറികടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചന്ദ്രലോകത്ത് വലിയ അന്തരീക്ഷത്തിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന പർവ്വതങ്ങളിലൂടെ മറികടക്കാൻ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. അജ്ഞാത ദിശാവോസെ ഉടുക്കർ ആനേവാലെ, ആ മറികടക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗത്തു നിന്ന്, അജ്ഞാത ദിശയിൽ നിന്ന് വരുന്ന ധുമ്ര പുഞ്ചോ ടക്രാത്തെ, പുകക്കൂട്ടങ്ങളെ മുട്ടിക്കൊണ്ട്, അതിനെ ഇടിച്ചുകൊണ്ട്, ഒരു അഗ്രിവർണി കർക്കാപാദസെ,
അഗ്രിവർണി എന്ന് പറഞ്ഞാൽ അഗ്നി നിറത്തിലുള്ള കർക്കാപ്പാത്. കർക്കാപ്പാത് എന്ന് പറഞ്ഞാൽ ആലിപ്പഴമാണ്. അഗ്നി നിറത്തിലുള്ള ആലിപ്പഴങ്ങൾ. വജ്രയ്ക്ക് ചട്ടാനോക്കും. വജ്രം എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള പാറക്കെട്ടുകൾ ആണ് ചട്ടാനോ. പാറക്കെട്ടുകൾ ഘായൽ ഫൂൽ കി തര ബിഖർത്തെ ദേഖാ ഹെ. മുറിവേറ്റ പുഷ്പം പോലെ ചിതറി വിതറുന്നതായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ട്. അവരത് അനുഭവിച്ചിട്ടുണ്ട്. അപരിചിതമായ ചന്ദ്രലോകത്തിലെ കത്തിക്കരിഞ്ഞ പർവ്വതങ്ങളുടെ അഗാധമായ താഴ്വാരങ്ങളിൽ എവിടുന്നോ വരുന്ന പുകക്കൂട്ടങ്ങൾ കൂട്ടിമുട്ടി വജ്രത്തെ പോലെയുള്ള ആലിപ്പഴങ്ങൾ ചിതറുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എന്നാണ് ഇവിടെ രാധ പറയുന്നത്. തോ മുझे ഭയ ക്യൂ ലഗ്താ ഹെ. എന്നിട്ടും അവർക്ക് ഭയം തോന്നിയിട്ടുണ്ട്. ഓർമ്മ ലൗട്ട് ക്യൂ ആയി ഹൂ മേരെ ബന്ധു. അവിടുന്ന് പേടിച്ചുകൊണ്ട് രാധ തിരിച്ചു വന്നിട്ടുണ്ട്. അതെന്തിനാണ് എന്ന് കൃഷ്ണനോട് ചോദിക്കുകയാണ്. ക്യാ ചന്ദ്രമ മേരെ ഹി മാതേക്ക സൗഭാഗ്യ ബിന്ദു നഹി ഹെ. ചന്ദ്രൻ എൻ്റെ തന്നെ നെറ്റിയിലെ സൗഭാഗ്യ ബിന്ദു അല്ലേ, സിന്ദൂര രേഖയല്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാനാണല്ലോ ഈ സൃഷ്ടിച്ചതിൻ്റെ പങ്കാളി. ഈ സൃഷ്ടി ഉണ്ടായതിൻ്റെ, ഈ പ്രകൃതി ഉണ്ടായതിൻ്റെ ഒക്കെ പങ്കാളി ഞാൻ തന്നെയല്ലേ, പിന്നെ എന്തിനാണ് എനിക്കിങ്ങനെ ഭയം എന്ന് രാധ ചോദിക്കുകയാണ്. और अगर ये सारे रहस्य मेरे हैं और तुम्हारा संकल्प मैं हूँ और तुम्हारी इच्छा मैं हूँ और इस तमाम सृष्टि में मेरे अतिरिक्त यदि कोई है तो केवल तुम, केवल तुम, केवल तुम. तो मैं डरती किससे हूँ मेरे प्रिय. और अगर ये और പക്ഷേ ये सारे रहस्य मेरे हैं. എന്നാൽ ഈ കംപ്ലീറ്റ് രഹസ്യം എൻ്റേതാണെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞതും അനുഭവിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഈ പ്രകൃതിയിലെ എല്ലാ മാറ്റങ്ങളും എൻ്റേതാണെങ്കിൽ, ഒരു തുമാര സങ്കല്പ മേഹും, അതുപോലെ നിൻ്റെ സങ്കല്പം, നിൻ്റെ സങ്കല്പങ്ങളും ഞാനാണെങ്കിൽ, ഒരു തുമാരി ഇച്ഛാമേഹും, നിൻ്റെ ആഗ്രഹങ്ങൾ, ദൃഢനിശ്ചയങ്ങൾ ഒക്കെ ഞാനാണ്. और इस तमाम सृष्टि में मेरे अतिरिक्त, അതുപോലെ ഈ സമ്പൂർണം, തമാം എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ സൃഷ്ടിയിൽ, മേരെ അതിരിത്ത് ഞാനല്ലാതെ, യദി കോയി ഹേ തോ വേ കേവൽ തും, കേവൽ തും, കേവൽ തും. ഞാനല്ലാതെ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ആഗ്രഹത്തിലും ഈ സങ്കല്പത്തിലും ദൃഢനിശ്ചയത്തിലും ഈ രഹസ്യം ഒക്കെ ഞാനാണെങ്കിൽ, ഈ രഹസ്യം ഞാനാണെങ്കിൽ, അതുപോലെ നിൻ്റെ സങ്കല്പം ഞാനാണെങ്കിൽ, അതുപോലെ നിൻ്റെ ആഗ്രഹം ഞാനാണെങ്കിൽ, അതുപോലെ ഈ സമ്പൂർണ്ണ സൃഷ്ടിയിൽ ഞാൻ കൂടാതെ ഒരാളുണ്ടെങ്കിൽ അത് നീയാണ്, അത് നീ മാത്രമാണ് എന്നാണ് രാധ പറയുന്നത്. തോ മേ ഡർത്തി കിസ്സേ ഹൂ മേരെ പ്രിയേ. പിന്നെ ഞാൻ ആരെ പേടിക്കാനാണ്? നീയും ഞാനും ആണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. വേറെ ആരെ പേടിക്കാൻ വേണ്ടിയിട്ടാണ്? ഈ സൃഷ്ടി എന്ന് പറയുന്നത് നമ്മുടെ സമ്മിശ്രമാണ്. രാധയും കൃഷ്ണനും ചേർന്നുകൊണ്ട് ഈ സൃഷ്ടി ഉണ്ടായിരിക്കുന്നത്. और अगर ये चंद्रमा मेरी उंगलियों के पैरों की छाप है और मेरे इशारों पर घटता और बढ़ता है, और अगर ये आकाशगंगा मेरे ही केश विन्यास की शोभा है और मेरे एक इंगित पर इसके अनंत ब्रह्मांड अपनी दिशा बदल सकते हैं. तो मुझे डर किससे लगता है मेरे बंधु. ഇവിടെ രാധ പറയുന്നത്, ഓർ അഗർ, അങ്ങനെയാണെങ്കിൽ, ഈ ചന്ദ്രമ മേരി ഉംഗുലിയോക്ക്, ഈ ചന്ദ്രൻ എൻ്റെ വിരലുകൾക്കിടയിലെ, പൗരോക്ക് ചാപ്പ്, വിരലുകൾക്കിടയിലെ അടയാളമാണെങ്കിൽ, ചാപ്പ് എന്ന് പറഞ്ഞാൽ അടയാളം, പോരോ എന്ന് പറഞ്ഞാൽ വിരലുകൾക്കിടയിലെ വിടവാണ്, വിരലുകൾക്കിടയിലെ വിടവ്, അതാണ് പോരോ. ആ വിരലുകൾക്കിടയിലെ വിടവിലെ അടയാളമാണെങ്കിൽ ഈ ചന്ദ്രൻ, और मेरे इशारे पर കിടത്ത और बढ़ता है, എൻ്റെ തന്നെ ആംഗ്യത്തിൽ അത് വലുതും ചെറുതുമാകുന്നെങ്കിൽ, എൻ്റെ തന്നെ ആംഗ്യം, ഇഷാര ആംഗ്യം, ഘടുത്ത और बढ़ता है, അത് വലുതും ചെറുതുമാകുന്നെങ്കിൽ, और अगर ये आकाशगंगा मेरे ही केश विन्यास की शोभा है, അതുപോലെ ഈ ക്ഷീരപദം, ഈ ആകാശഗംഗ എൻ്റെ തന്നെ കേശ് വിന്യാസ് കി ശോഭ ഹെ, എൻ്റെ തന്നെ മുടി
മുടിയാണെങ്കിൽ, എൻ്റെ മുടിയുടെ ശോഭയാണെങ്കിൽ, और मेरे एक इंगित पर इसके अनंत ब्रह्मांड अपनी दिशा बदल सकते हैं. എൻ്റെ വെറും സൂചന കൊണ്ട്, എൻ്റെ ഒരു ഇംഗിത് എന്ന് പറഞ്ഞാൽ സൂചന, എൻ്റെ ഒരു സൂചന കൊണ്ട് ഇസ്കെ അനന്ത്, ഈ ബ്രഹ്മാണ്ടം, അനന്തമായ ഈ ബ്രഹ്മാണ്ടം തന്നെ അപ്പനി ദിശ ബദൽ സക്തെ ഹെ, ദിശ മാറ്റാമെങ്കിൽ എന്തിനാണ് എനിക്ക് ഭയം? അതായത് ഈ ചന്ദ്രൻ എൻ്റെ വിരലുകൾക്കിടയിലെ അടയാളമാണെങ്കിൽ, എൻ്റെ ആംഗ്യത്തിൽ അത് വലുതും ചെറുതുമാകുന്നെങ്കിൽ, ആകാശഗംഗ എൻ്റെ മുടിയാണെങ്കിൽ, മുടിയുടെ ശോഭയാണെങ്കിൽ, എൻ്റെ വെറും സൂചന കൊണ്ട് ബ്രഹ്മാണ്ടം ദിശ മാറ്റാമെങ്കിൽ എന്തിനാണ് എനിക്ക് ഭയം എന്നാണ് രാധ ചോദിക്കുന്നത്. तो मुझे डर किससे लगता है मेरे बंधु? എന്നാൽ പിന്നെ എന്തിനാണ് എനിക്ക് ഈ പേടി ഉണ്ടാകുന്നത്? कहाँ से आता है ये भय जो मेरे इन हिमशिखरों पर, महासागरों पर, चंदन वन पर, स्वर्णवर्णी झरनों पर, मेरे उत्फुल्ल लीलाधन पर कोहरे की तरह इन फैलाकर गूंजलक बांध कर बैठ गया है. അതുപോലെ തന്നെ രാധ പറയാണ്, കഹാസെ ആത്ത ഹേ ഭയ്, ഇത് എവിടെ നിന്നാണ് ഈ ഭയം വരുന്നത്? जो मेरे इन हिमशिखरों पर, महासागरों पर, चंदन वन पर, സ്വർണ്ണവർണ്ണി झरनों पर, ഈ ഭയം മഞ്ഞുമലകളിലും സാഗരത്തിലും ശരീരത്തിലും സുവർണ നീരുറവകളിലും എന്ന പോലെ എൻ്റെ ലീലാ ശരീരത്തിൽ ഫണം വിരിച്ച് ചുറ്റിയിരിക്കുന്നു. എവിടെ നിന്നാണ് ഈ ഭയം വന്നത്? ഈ ഭയം എൻ്റെ ഹിമശിഖരോപ്പർ, ഹിമാലയത്തിൽ, മഹാസാഗരോപ്പർ, മഹാസമുദ്രത്തിൽ, ചന്ദന വനത്തിൽ, സ്വർണ്ണവർണ്ണി ഝർണോപ്പർ, സ്വർണ്ണ നിറത്തിലുള്ള അരുവികളിൽ, മേരെ ഉത്ഫുൽ ലീലാധൻ പർ, എൻ്റെ പുഷ്പിത ലീലാ ശരീരത്തിൽ, കൊഹരയ്ക്ക് തറ്, കൊഹര എന്ന് പറഞ്ഞാൽ മഞ്ഞ് പോലെ, ഫൺ ഫൈലാക്കർ, ഫണം വിരിച്ചുകൊണ്ട്, സർപ്പത്തിൻ്റെ ഫണം വിരുന്നത് പോലെ, സർപ്പം പത്തി വിടർത്തുന്നത് പോലെ, ഗൂഞ്ചലക്ക് ബാങ്കർ ബേഡ് ഗയാ ഹെ, വിരിച്ച് ചുറ്റിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. उधाम कीड़ा की वेला में भाई का ये जाल किसने फेंका है? देखो ना, इसमें उलझकर मैं कैसे शीतल चट्टानों पर निर्वासना जलपरी की तरह चटपटा रही हूँ, और मेरे भीगे केशों से सिवारा लिपटा है, और मेरी हथेलियों से समुद्री पूकराज और पन्ने चिढ़ गए हैं, और मैं भयभीत हूँ. അതുപോലെ തന്നെ രാധ പറയുകയാണ്, ഉധാം ക്രീഡാക്കി വേളാമ, അനിയന്ത്രിതമായ പ്രേമ ക്രീഡകളിൽ, ഭയക്കയെ ജാൽ കിസ്നെ ഫേങ്ക ഹെ, ഭയത്തിൻ്റെ ഈ വല കിസ്നെ ഫേങ്ക ഹെ, ആരാണ് എറിഞ്ഞത്? ദേക്കോന इसमें उलझकर मैं कैसे शीतल चट्टानों पर निर्वसना जलपरी की तरह चटपटा रही हूँ. അതിൽ കുടുങ്ങി വിവസ്ത്രയായ ഞാൻ പാറക്കെട്ടിൽ ഉയലുകയാണ് എന്നാണ് പറയുന്നത്. ഇസ്മേ ഉലജ്കർ, ഇതിൽ പെട്ടുകൊണ്ട്, ഫസ്കർ, മേ കൈസെ, ഞാൻ എങ്ങനെയാണ്, ശീതൽ ചട്ടാനോപ്പർ, നിർവസന, വസ്ത്രമില്ലാതെ, ജൽപരിക്ക് തറ്, ജലകന്യകയെ പോലെ, ജൽപരി എന്ന് പറഞ്ഞാൽ ജലകന്യക, ചട്പട്ടാരഹിയും എന്ന് പറഞ്ഞാൽ അശാന്തമായിട്ടിരിക്കുകയാണ്. ഈ കീടാനേരം ഈ ഭയം ആരറിഞ്ഞു? അതിൽ കുടുങ്ങി വിവസ്ത്രയായി ഞാൻ പാറക്കെട്ടിൽ, ശീതൽ ചട്ടണം എന്ന പാറക്കെട്ടാണ്, ഞാൻ പാറക്കെട്ടിൽ ഉയലുന്നു. അതുപോലെ और मेरे भीगे केशों से, എൻ്റെ നനഞ്ഞ മുടിയിൽ നിന്ന്, സിവാർ ലിപ്പട്ടാഹൻ, പായൽ പിടിക്കുന്നു, എൻ്റെ മുടിയിൽ പായൽ പിടിച്ചിരിക്കുന്നു. അതുപോലെ സിവാർ എന്ന് പറഞ്ഞാൽ പായലാണ്, ലിപ്പട്ടാന അത് പിടിച്ചിരിക്കുക. അതുപോലെ ഓർ മേരി ഹത്തലിയോസെ, എൻ്റെ ഉള്ളം കയ്യിൽ സമുദ്രി പൂക്രാജ് ഒരു പന്നെ, സമുദ്രത്തിലെ പൂക്രാജ് എന്ന് പറഞ്ഞ ഒരു തരം രത്നം ആണ്, നീല നിറത്തിലുള്ള ഒരു കല്ലാണ്, രത്നക്കല്ലാണ്. ഒരു പന്നെ, പച്ച നിറത്തിലുള്ള രത്നമാണ് പന്നെ. പൂക്രാജ് എന്ന് പറഞ്ഞാൽ നീല നിറത്തിലുള്ള ഒരു രത്നക്കല്ല്. അപ്പോൾ ഈ സമുദ്രത്തിലെ ഈ രത്നക്കല്ലുകൾ ചിടഗേ, എൻ്റെ കയ്യിൽ നിന്ന്
ഉള്ളം കൈയിൽ രത്നങ്ങൾ ചിതറുന്നു, വിതറിപ്പോവുക. ഓർ മേ ഭയഭീത് ഹും, എൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടിരിക്കുന്നു രത്നങ്ങൾ, അതുകൊണ്ട് ഞാൻ ഭയന്നിരിക്കുന്നു, ഞാൻ ഭയം എൻ്റെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് രാധ പറയുന്നത്. सुनो मेरे बंधु, अगर ये निखिल सृष्टि मेरा लीलाधन है तुम्हारे आस्वादन के लिए, तो ये जो भयभीत है वह छायाधन किसका है, किस लिए है मेरे मित्र. രാധ പറയാണ്, സുനോ കേൾക്കൂ എൻ്റെ ബന്ധു കൃഷ്ണ, അഗർ ये निखिल സൃഷ്ടി, ഈ സമ്പൂർണ്ണ സൃഷ്ടി എൻ്റെ ലീലാധൻ ഹെ, എൻ്റെ ലീലാ ശരീരമാണെങ്കിൽ, तुम्हारा आस्वादन के लिए तो ये जो भयभीत है, നിനക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള ലീല ശരീരമാണെങ്കിൽ, तो ये जो ഭയഭീത്, അങ്ങനെയാണെങ്കിൽ ഈ ഭയം, വ ഛായാധൻ, ഈ നീലാകുന്ന ശരീരം, കിസ്ക ഹെ, ഈ നീലാകുന്ന ശരീരമാണ് ഛായാധൻ, അത് ആരുടേതാണ്, കിസ്ലിയെ ഹെ, എന്തിനു വേണ്ടിയുള്ളതാണ്, മേരെ മിത്ര, എൻ്റെ കൂട്ടുകാരാ എന്ന് രാധ ചോദിക്കുകയാണ്. നിനക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശരീരം ഉണ്ടായിരിക്കുന്നത്. ശരീരത്തിൻ്റെ പ്രത്യേകതകളാണ് പറഞ്ഞിരിക്കുന്നത്. പ്രകൃതിയിലെ പ്രതീകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് രാധയുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞിരിക്കുന്നത്. ഈ സൃഷ്ടിച്ച് കൃഷ്ണൻ്റെ പങ്കാളിയാണ് രാധ, ഈ പ്രകൃതി സൃഷ്ടിച്ചതിൻ്റെ പങ്കാളിയാണ് രാധ. പക്ഷേ ഓരോ അവസ്ഥയിൽ രാധയ്ക്കുമുണ്ട്. ഇപ്രകാരമാണോ ആധുനിക യുഗത്തിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന ലൗകിക ജീവിതത്തിൽ പ്രേമികയുടെ വ്യക്തിത്വത്തിന് ഒരു പരിധിയുണ്ട്. ആ അനുഭവമാണ് ഇവിടെ കവി വ്യക്തമാക്കിയിരിക്കുന്നത്. രാധമയമാണ്, പ്രകൃതിയിലും സൃഷ്ടിയിലും ആധുനിക സ്ത്രീയുടെ രൂപത്തെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഏതൊരു സുഖത്തിനിടയിലും സ്ത്രീയുടെ മനസ്സ് ഒന്ന് ഭയക്കും എന്നാണ് ഇതിലൂടെ കവി വ്യക്തമാക്കുന്നത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.